السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുർ റഹീമായ അള്ളാഹു, ഖാലിഖായ റാസിഖായ പടച്ചതമ്പുരാൻ നമ്മെ അവൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശരീരത്തിന് ആഫിയത്തും മനസ്സിന് റാഹത്തും തരട്ടെ. നല്ല നല്ല അമലുകൾ കൂടുതൽ കൂടുതലായി ചെയ്യാനും അത് കാരണം കൊണ്ട് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അഹ്ലി കിതാബികളെ പറ്റിയാണ് ഇന്നത്തെയും വിഷയം. നമുക്ക് അതിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. വക്കാലത്തിൽ യഹൂദു, ജൂതന്മാർ പറഞ്ഞു, ലൈസത്തിൻ നസാറ, ഈ നസാറാക്കൾ ക്രിസ്ത്യാനികളല്ല, അലാ ഷൈൻ, ഒരു വസ്തുവിൻ്റെയും മേലല്ല, ഒരു എണ്ണപ്പെടാവുന്ന ഒരു ദീനെന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമെന്ന് പറയാൻ പറ്റുന്നതിൻ്റെ മേലല്ല നസാറാക്കളുള്ളത്. ഇതേപോലെ വക്കാലത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞു, ലൈസത്തിൽ യഹൂദു അലാ ഷൈൻ, ജൂതന്മാര് അലാ ഷൈൻ, ഒരു കണക്കിലെടുക്കാവുന്ന ഒരു കാര്യത്തിന്റെ മേലല്ല അവരുള്ളത്. അവരിങ്ങനെ ചിലതൊക്കെ പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ ഒരു കാര്യം അവരുടെ ഈ ആദർശത്തിലോ അവരുടെ ദീനിലോ ഇല്ല. വഹും, രണ്ടു വിഭാഗവും യത്ലൂനൽ കിതാബ് ഓതുന്നവരാണ്. അപ്പൊ അവരിത് ഒരിക്കലും പറയാൻ പാടില്ല. യഹൂദി മതത്തെ സംബന്ധിച്ച് അറിയുന്നവരാണ് ഇഞ്ചീലിന്റെ ആൾക്കാരും, നസാറ മതത്തെ പറ്റി അറിയുന്നവരാണ് തൗറാത്തിന്റെ ആൾക്കാരായ ജൂതന്മാരും. അപ്പൊ അവരെ അങ്ങും ഇങ്ങും ആക്ഷേപിക്കാൻ പാടില്ല ഇപ്പറഞ്ഞ രൂപത്തിൽ. കാരണം അത് മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചാണ്. അതൊന്നുമല്ല എന്ന് എങ്ങനെ ഇവർ പറയല്? ഈസാ നബി അലൈഹിസ്സലാമിനെ ഇതിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടും ഇതിലൂടെ ജനങ്ങളെ നടത്താൻ വേണ്ടിയിട്ടും പറഞ്ഞയച്ചതാണ്. അങ്ങനെയുള്ള ഇത് ഒരു കണക്കിലെടുക്കപ്പെടേണ്ടതല്ല എന്നെങ്ങനെ പറയുന്നത്? ഇവരാണെങ്കിലോ കിതാബ് ഓതുന്നവരാണ്. ഇവരവിടെ ഇരിക്കട്ടെ. കദാലിക, ഇവർ പറയുന്നത് പോലെ തന്നെ ഖാലല്ലദീന ലാ യഅലമൂന, അറിവില്ലാത്തവരും പറയുന്നു. ഈ മക്കയിലെ കാഫിറുകളുണ്ട്, അതുപോലെ മറ്റു കാഫിറുകളുണ്ട്. അവരും ഇവർ പറയുന്നത് പോലെ അവർ ഒരു കാര്യത്തിന്റെ മേലുമല്ല, അവർ പറയുന്നതും ശരിയല്ല എന്ന് അവരെയും ഇവരെയും ആക്ഷേപിക്കുന്നു. മിഥല കൗലിഹിം, ഇവർ പറയുന്നത് പോലെ അവരും പറയുന്നു. ചുരുക്കത്തിൽ ആകെ അവരവർക്ക് അവരവരെ മാത്രമേ പറ്റുന്നുള്ളൂ, മറ്റാരെയും പറ്റുന്നില്ല. മറ്റുള്ളവരിലുള്ള ഗുണങ്ങൾ കാണാൻ തയ്യാറില്ല. ഇതിനെപ്പറ്റി നമുക്ക് അന്തിമമായിട്ട് പറയാനുള്ളത് ഇതാണ്: ഫല്ലാഹു യഹ്കുമു ബൈനഹും, ഇവർക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, ഏത് കാര്യത്തിലാണ് അവർ ഭിന്നിപ്പുള്ളത് ആ കാര്യത്തിൽ യൗമുൽ ഖിയാമയിൽ അള്ളാഹു തആല ഹുക്മ ചെയ്യും, വിധിക്കുക തന്നെ ചെയ്യും. ഇബ്നു അബ്ബാസ് തങ്ങൾ ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, നജ്റാൻ ദേശക്കാരായ ആൾക്കാര് റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നു. അന്നേരം തന്നെ ജൂത പണ്ഡിതന്മാരും വന്നു. നജ്റാൻ ദേശക്കാര് ക്രിസ്ത്യാനികളാണ്, അവരുടെ പണ്ഡിതന്മാരാ വന്നിട്ടുള്ളത്. ജൂതന്മാരുടെ പണ്ഡിതന്മാരും ഇപ്പോൾ വന്നു. അങ്ങനെ അവർ ഇരുവരും റസൂലുള്ളാഹിയുടെ അടുക്കൽ വെച്ച് പൊരിഞ്ഞ പോരാട്ടം, തർക്കം, ഭയങ്കര തർക്കം, വാദപ്രതിവാദം, ഖണ്ഡനം. ഓരോരുത്തരും പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ദീന് ഒരു ചുക്കുമല്ല, ഒരു വസ്തുവിനും പറ്റിയതല്ല. ഇവരും പറയുന്നു, അവരും പറയുന്നു. ഇതേ ക്രമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം നടത്താൻ ഇവര് ഒരിക്കലും അനുവദിക്കപ്പെട്ടവരല്ല. കാരണം ഓരോ മതത്തിനെ കുറിച്ചും മറ്റേ കിതാബിലുണ്ട്, ആ കിതാബിൽ ഇവരെ പറ്റിയുണ്ട്. അപ്പൊ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമോ അങ്ങനെ ഒരു അനുമതിയോ ഉള്ളവരല്ല ഇവർ. കിതാബ് കയ്യിൽ വെച്ചിട്ടാണ് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ. മറ്റൊന്ന്,
ഇവർ കിതാബുള്ളവരാണ് നിൽക്കുക. കിതാബ് ഇല്ലാത്തവരും ഇതേ ക്രമത്തിൽ പറയുന്നുണ്ട്. അത് ഇവരിൽ നിന്ന് കിട്ടണാണ്. ഇത് കേൾക്കുന്ന ആർക്കും പറയാലോ ഇവരും ഒന്നുമല്ല മറ്റൊരും ഒന്നുമല്ല, കാരണം ഇവരിൽ നിന്ന് കിട്ടിയതാണത്. ചുരുക്കത്തിൽ തർക്കം അവസാനിക്കുന്നില്ല. ഈ തർക്കം എവിടെ അവസാനിക്കുന്ന അറിയോ? ഇത് പരലോകത്തെ അവസാനിക്കൂ. അള്ളാഹു യൗമുൽ ഖിയാമയിൽ ഇവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ക്രമത്തിൽ അങ്ങോട്ട് തീർപ്പ് കൽപ്പിക്കും. അന്ന് എല്ലാവർക്കും തിരിയുകയും ചെയ്യും. ഇതാണ് പറയാനുള്ളത്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. വമൻ അളലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? ആരുമില്ല. ഏറ്റവും വലിയ അക്രമി താഴെ പറയുന്നവനാകുന്നു. മിമ്മന മസാജിദ് അല്ലാഹി, അള്ളാഹിന്റെ പള്ളികളെ തടയുന്നവനേക്കാൾ അക്രമിയായിട്ട് ആരുമില്ല. അക്രമികളിലെ വലിയ അക്രമി അള്ളാഹുവിന്റെ മസ്ജിദുകളെ തടയുന്നവനാകുന്നു. എന്തിനെ തൊട്ട് തടയുന്നു? ഐ യുദ്ക്കറ ഫീഹ, പള്ളികളിൽ പറയപ്പെടുന്നതിനെ തൊട്ട്, ഇസ്മുഹു, അള്ളാഹുവിന്റെ പേരിനെ. അള്ളാഹുവിന്റെ പേര് പറയപ്പെടാനുള്ളതാണല്ലോ പള്ളി. ആ പള്ളിയെ ആ ഉപകാരത്തിന് വിട്ടുകൊടുക്കാതെ അതിന് തടസ്സം നിൽക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരുമില്ല. ഇവനാണ് ഏറ്റവും വലിയ അക്രമി. മാത്രമല്ല വസാഫി ഖറാബിഹ, ആ പള്ളികളെ തകർക്കുന്നതിൽ അത്യധ്വാനം ചെയ്ത വിഭാഗം ഇവർ വലിയ അക്രമികളാണ്. കാരണം അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളി. ആ പള്ളിയേക്കാൾ ബഹുമതി ഭൂമി ലോകത്ത് മറ്റൊന്നിനില്ല. അങ്ങനെയുള്ള ഒന്നില് നല്ലത് പറയുന്നു, ദിക്ർ പറയുന്നു, അതിന് തടസ്സം ഒന്ന്. മറ്റൊന്ന് ആ പള്ളിയെ തന്നെ തകർക്കപ്പെടുന്നു, ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇവരെക്കാൾ അക്രമി ലോകത്തുണ്ടാവില്ല. കാരണം ഭൂമി ലോകത്തെ ഏറ്റവും ഉന്നതമായതിനെയാണ് ഈ തകർക്കുന്നത്. ഉലായിക്ക, ഇവരെ പറ്റി പറയട്ടെ, അവർ മാക്കാനലഹും, അവർക്കില്ല, യദുഖുലൂഹ, ഈ പറയപ്പെട്ട പള്ളികളിലേക്കുള്ള പ്രവേശനം അവർക്കില്ല, ഇല്ല ഖായിഫീന, ഭയവിഹ്വലരായിട്ടല്ലാതെ, പേടിച്ചിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ. അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് വരാൻ പോകുന്നുണ്ട്. ലഹും ഫിദ്ദുന്യ ഖിസിയുൻ, അവർക്ക് ഈ ലോകത്തിൽ, ഇഹലോകത്തിൽ നിന്ദ്യതയാണ്, താഴ്ചയാണുള്ളത്. വലഹും ഫിൽ ആഖിറത്തി, പരലോകത്തിൽ അവർക്കുണ്ട് അസാബുൻ അലീമുൻ, വളരെ ഗൗരവമുള്ളതായ ശിക്ഷയുണ്ട്. ഏതാണ് ഈ പള്ളി? അത് ഏത് പള്ളിയും ഇതിൽ ഉൾപ്പെടും. പള്ളിക്കെതിരിൽ പ്രവർത്തിക്കുന്നവരൊക്കെ, പള്ളി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ അതിൽ പെടും. അതിൽ യാതൊരു തർക്കമില്ല. ഖുർആനിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ പള്ളി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏത്? അത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. അതിനോട് യുദ്ധം ചെയ്ത ആളുകളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായമുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അത് മസ്ജിദുൽ ഹറാമില് മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു അമലാണ്. ഹുദൈബിയയിൽ വെച്ച് ശത്രുക്കൾ തടഞ്ഞു. ഇപ്പൊ അള്ളാഹുവിന്റെ പള്ളിയിൽ ദിക്ർ ചെല്ലുന്നതിനെ തൊട്ട്, അവിടെ അള്ളാഹിനെ സ്മരിക്കുന്നതിനെ തൊട്ട് തടഞ്ഞതാണ്. ഇതൊക്കെ അതിൽ ഏതായിരുന്നാലും ഉൾപ്പെടുന്നു. ബുഖ്തുൻ നസ്ർ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അയാൾ ബൈത്തുൽ മുഖദ്ദസിനെ തകർത്ത ആളാണ്. മുമ്പ് കാലത്ത് ആള് ക്രിസ്ത്യാനിയാണ്. അപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളാണ് നല്ലവര്, ഇവരല്ല, ഞങ്ങൾ മാത്രമേ നല്ലവരുള്ളൂ എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ ഭരണാധികാരി ചെയ്തത്, ആ ഭരണകൂടം ചെയ്തത്, അന്നത്തെ ആൾക്കാർ ചെയ്തത് പള്ളി തകർക്കലാണ്. ഇവരെങ്ങനെയാണ് മറ്റുള്ളവർ മോശമാണ്, ഞങ്ങളാണ് നല്ലവർ എന്ന് പറയുന്ന പണി? അതാണ് ഇപ്പൊ പറഞ്ഞത്. പള്ളിയെ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് തടയുന്നവനേക്കാൾ വലിയ അക്രമി ഇല്ലേ ഇല്ല. അപ്പൊ ഈ പറയപ്പെട്ട ജൂതന്മാരും നസാറാക്കളൊക്കെ അതിൽ ഉൾപ്പെട്ടു. മാത്രമല്ല ബുഖ്തു നസ്ർ അടക്കമുള്ളവർ ആ പള്ളിയെ തകർക്കുന്നതിനാണ് കഠിന ശ്രമം നടത്തിയത്. എന്നാൽ ഒരു നല്ല കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ഒക്കെ മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു. ഇനി അവർക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ നമ്മുടെ അനുമതി വേണം. അതാണ് പറഞ്ഞത് ഉലായിക്ക മാക്കാന ലഹും, അവർക്കില്ല, യദ്ഖുലൂഹായി പറയപ്പെട്ട പള്ളിയിലേക്ക് കടക്കൽ, ഇല്ല ഖായിഫീന, പേടിച്ചിട്ടല്ലാതെ. കഅബ ഷരീഫിനെ പറ്റി പറയാം. അന്ന് ഹുദൈബിയയിൽ വെച്ച് റസൂലുള്ള മടങ്ങി, സ്വഹാബത്തോടുകൂടെ മടങ്ങി. പിറ്റത്തെ കൊല്ലം വന്നിട്ട് ഉംറത്തുൽ ഖളാ നിർവഹിച്ചു. അതിനുശേഷം ഫത്ഹ് മക്കയുണ്ടായി. മക്ക റസൂലുള്ളാഹിയുടെ കയ്യിൽ വന്നു. ഇനി ഒരൊറ്റ അവിശ്വാസിയും ഇവിടേക്ക് കടന്നു വരാൻ പാടില്ല, ഇന്നും കടന്നു വരില്ല. പേടിച്ചല്ലാതെ കടക്കാൻ പറ്റില്ല. അത് കടന്നാൽ
തലവട്ടപ്പെടും. ഇങ്ങനെയുള്ളൊരവസ്ഥ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ അവർക്ക് ഈ ലോകത്ത് നിന്ദ്യതയുണ്ട്, പരലോകത്തിലാണെങ്കിലോ കഠോരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. വലില്ലാഹി അള്ളാഹുവിനാകുന്നു അൽ മശ്രിഖു ഉദയഭാഗം അള്ളാഹുവിനാകുന്നു. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ശറക്ക ഉദിച്ചു എന്നാണ്. അപ്പൊ ഉദയഭാഗം അള്ളാഹുവിനുള്ളതാകുന്നു. വൽ മഗ്രിബു അസ്തമാന ഭാഗവും അള്ളാഹുവിനുള്ളതാകുന്നു. അള്ളാഹു പടച്ചതാണ് ആ ഭാഗവും ഈ ഭാഗവും ഒക്കെ. ഉറൂബിന്റെ സ്ഥലവും ഷുറൂഖിന്റെ സ്ഥലവും രണ്ടും അള്ളാഹുവിൻ്റെതാകുന്നു. ഫഅയ്നമാ തുവല്ലൂ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഫസമ്മ വജ്ഹുല്ലാഹി അവിടെയെല്ലാം അള്ളാഹുവിന്റെ വജ്ഹുണ്ട്, അള്ളാഹു ഉണ്ട്. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു തആല വാസിഉൻ അവൻ വളരെ വിശാലത ചെയ്യുന്നവനാകുന്നു, അലീമുൻ അറിയുന്നവനുമാകുന്നു. റസൂലുള്ളാഹ് ആദ്യകാലത്ത് മക്കയിലായിരുന്നു 53 വയസ്സ് വരെ. അക്കാലത്ത് നിസ്കരിച്ചിരുന്നത് കഅബ ശരീഫിലേക്ക് മുന്നിട്ടിട്ടായിരുന്നു. ശേഷം 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജറ പോയി. അങ്ങനെ അവിടുത്തെ ജൂതന്മാരുമായുള്ള ഇൽഫത്ത്, ആ അടുപ്പം, അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വഹയുണ്ടായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ. അതൊക്കെ അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ആഖിർ സമാന്റെ നബി ഇങ്ങനെ നിസ്കരിക്കുമെന്ന്. അങ്ങനെ 16 മാസം അല്ലെങ്കിൽ 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞതിന് ശേഷം വീണ്ടും കഅബാലയത്തിലേക്ക് തിരിക്കപ്പെട്ടു. ഇനി അവസാന കാലഘട്ടം വരെ നിസ്കരിക്കേണ്ടത് കഅബയിലേക്ക് തന്നെയാകുന്നു. അപ്പൊ മശ്രിക്കും മഗ്രിബും ഭാഗങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹു ഉണ്ട്. പക്ഷെ ആ അള്ളാഹു നിസ്കാരത്തിൽ എങ്ങോട്ട് തിരിയണം എന്ന് അവസാനത്തെ തീർപ്പ് കൽപ്പിച്ചു. അത് കഅബ ശരീഫിന്റെ ഭാഗത്തേക്കാവണം. ഇനി അതിന് യാതൊരു ഭേദഗതിയുമില്ല എന്നും അറിയിച്ചു. ഇനി അത് തന്നെ. എന്നാൽ യാത്രക്കാരന് അതുപോലെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലൊക്കെ കിബിലയിലേക്ക് മുന്നിടേണ്ടതില്ല. ഹലാലായ യാത്രക്കാരന് ഹലാലാവണം യാത്ര. കള്ളക്കടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിടിച്ചുപറിക്ക് വേണ്ടിയിട്ടോ പോകുന്ന ആ യാത്രയല്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഉല്ലാസ യാത്ര, അതും പറ്റും. അതൊക്കെ ഹലാലായ യാത്രയാണ്. കച്ചവടത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഹജ്ജ് യാത്രയാണ്, സിയാറത്ത് യാത്രയാണ്. ഇതിലൊക്കെ സുന്നത്ത് നിസ്കാരം, അതിന് കിബില ഷർത്തില്ല. ഫർള് നിസ്കാരത്തിന് ഷർത്തുണ്ട്, അത് വേറെ കാര്യം. അതും പറ്റാത്ത ഘട്ടത്തിൽ എങ്ങനെ നിസ്കരിക്കണം, അതും അല്ലാത്തതുണ്ടല്ല. തീരെ തന്നെ നിൽക്കാൻ കഴിയാത്തവൻ കണ്ണിന്റെ പോളം പല പദമുണ്ട്, അത് അതിന്റെ വഴിക്ക് നീങ്ങും. ഇങ്ങനെയാണ് അതിന്റെ വിധിയുള്ളത്. അപ്പോ ഖിബിലയിലേക്ക് തിരിയൽ നിർബന്ധമാണെങ്കിൽ തന്നെ പ്രത്യേക ഘട്ടങ്ങളിൽ, യാത്രയിൽ, അതുപോലെ തന്നെ യുദ്ധവേളകളിലൊക്കെ ഖിബിലയിൽ നിന്ന് ഒഴിവായിട്ട് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. അതാണ് ഈ സൂറത്തിൽ ഇപ്പോൾ പറഞ്ഞത്. ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. യാത്രക്കാരൻ അങ്ങോട്ട് തിരിയുന്നുണ്ട്, ചിലപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. എവിടേക്ക് തിരിഞ്ഞാലും ശരി, അവിടൊക്കെ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ വജ്ഹുണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഇത്ര വിശാലത ചെയ്തല്ലോ. യാത്രക്കാരൻ പടിഞ്ഞാട്ട് തന്നെ കിബിലയിലേക്ക് തന്നെ തിരിയണം തന്നെ എന്താ കാട്ടുക? ഇന്നല്ലാഹ വാസിഉൻ, അള്ളാഹു തആല വിശാലത ചെയ്യുന്നവനാകുന്നു, അലീമുൻ എല്ലാം അറിയുന്നവനും ആകുന്നു. നേരത്തെ തർക്കിച്ച രണ്ട് വിഭാഗം ഉണ്ടല്ലോ, ജൂതന്മാരും നസാറാക്കളും. ഇവരെ ഒരു വസ്തുവിനും പറ്റില്ല എന്ന് ജൂതന്മാരും, അവരെ ഒന്നിനും പറ്റില്ല എന്നും പറഞ്ഞ നസാറാക്കളും. അവരെ പറ്റി നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറയാം. വഖാലു ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർളി കുല്ലുൻ ലഹു ഖാനിതൂൻ. വഖാലു അവർ പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദ അള്ളാഹു സന്താനത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഏതൈ അവർ? അത് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അൽ മസീഹ് ഇബ്നുല്ലാ എന്നാണ് അവരുടെ വാദം. ഈസ നബി അള്ളാഹുവിന്റെ മകനാകുന്നു. ജൂതന്മാരോ ഉസൈറിനെ പറ്റി പറഞ്ഞു, ഉസൈറുൻ ഇബ്നുല്ലാ, ഉസൈർ എന്ന വ്യക്തി അള്ളാഹുവിന്റെ മകനാകുന്നു. ഉസൈറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഥവാ ബനു ഇസ്രായേലിൽ ജീവിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു ദിവസം ബുഖ്തുന്നസർ എന്ന ചക്രവർത്തി വലിയ നാടിനെ ആക്രമിച്ച് ആകെ തകർത്ത് തരിപ്പണമാക്കി. ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ചിന്ന ഭിന്നമായിട്ട് ശവങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നാടിന് ഒരുപാട് നാശം പറ്റിയിരിക്കുന്നു.
അങ്ങോട്ട് നോക്കിയിട്ട് ആലോചിച്ചു, പഠിച്ചോനെ വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാൽ തന്നെ എങ്ങനെയാണ് കൈഫ യുഹ്യില്ലാഹുൽ മൗത്ത, അള്ളാഹു മരിച്ചവരെ എങ്ങനെ ഹയാത്താക്കുന്നു? അള്ളാഹു മുപ്പരാണ്ട് മരിപ്പിച്ചു, എന്നിട്ട് മുപ്പരെ അണ്ട് ജീവിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു എത്ര കാലം സമയം ഉറങ്ങിക്കിടുന്നു? അപ്പൊ പറഞ്ഞു ഞാൻ കുറച്ചു നേരം ഉറങ്ങി. അള്ളാഹു പറഞ്ഞു 100 കൊല്ലം ഉറങ്ങിയിട്ടുണ്ട്. ആൾക്ക് വിശ്വാസം വരുന്നില്ല. അപ്പൊ പറഞ്ഞു ഫന്നുറയിലാത്തു ആമിക്കോ ഷറാബിക്കലം യത്തസന്ന, എൻ്റെ കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് കൊടുത്തിരുന്നു, നീര്, പഴത്തിന്റെ ജ്യൂസ്, അത് നോക്കിയാൽ ഇനി യാതൊരു കേടുപാടും പറ്റിയിട്ടില്ല. ഫന്നുറയില ഹിമാരിക്ക, കഴുതയിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോ കഴുതയുടെ എല്ലും മുള്ളൊക്കെ ഇങ്ങനെ നുരുമ്പി ചുണ്ണാമ്പ് പോലെ കിടക്കുന്നത് കണ്ടു. അതിങ്ങനെ കൂടി അങ്ങനെ ശരിയായി. അങ്ങനെ കഴിയുമ്പോൾ മാംസം വന്നു, തോല് വന്നു, ആ മൃഗം ഇങ്ങനെ ശരിയായി. അപ്പൊ തന്നെ ജീവിപ്പിച്ചു എന്ന് അള്ളാഹു പറഞ്ഞത് താൻ കേട്ടു. തന്റെ മൃഗത്തെ തന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ജീവിപ്പിക്കുന്ന ഇങ്ങനെ ശരിക്ക് കണ്ടു. ഒന്നും ഒരു പകർച്ചയും പറ്റാത്ത ആ പഴനീര് അത് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ അനുഭവിച്ചിട്ട് താൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ഉസൈറാണെന്ന് പറഞ്ഞപ്പോ ആൾക്കാരൊക്കെ ചിരിച്ചു. അവസാനം അവർക്ക് ബോധ്യപ്പെട്ടു, ഏതാണെങ്കിലും ഒരു അത്ഭുത മനുഷ്യനാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടപ്പോ അവർ പറഞ്ഞു ഉസൈറു നിബിനുള്ള, ഉസൈർ അള്ളാഹിന്റെ മകനാണ്. ഇത് ജൂതന്മാരുടെ വിശ്വാസമാണ്. അപ്പൊ അള്ളാഹിന് സന്താനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കഠോരമായ തെറ്റ് ജൂതന്മാരും ചെയ്തിട്ടുണ്ട്, നസ്വാറാക്കളും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരാണ് ഇവരെ ആക്ഷേപിക്കുന്നത്, ഇവരാണ് അവരെ ആക്ഷേപിക്കുന്നത്. ഇവരുടെ നിലപാട് ഇതാണ്. രണ്ടു കൂട്ടരും ശരിക്കും പറഞ്ഞാല് അവരുടെ മതങ്ങളിൽ കാര്യമായ ഭേദഗതി നടത്തിയിട്ടുണ്ട്. സുബ്ഹാനഹു ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുക, മക്കളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. ബല്ലഹു അള്ളാഹുവിനുള്ളതാകുന്നു മാഫിസ് സമാവാത്തി വൽ അർളി, ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ അധീനതയിലാണ്. എല്ലാം അള്ളാഹുവിന്റെ ഉടമാവകാശമാണ്. അപ്പൊ ആകാശത്തിലും ഭൂമിയിലും ഉള്ളത് എന്നതിൽ ഈസാ നബി ഉൾപ്പെടും, ഉസൈർ ഉൾപ്പെടും. ഒരു മനുഷ്യൻ അവന്റെ ബാപ്പയെ ചന്തയിൽ നിന്ന് വാങ്ങിയാൽ, ബാപ്പ അടിമയായിരുന്നു, അല്ലെങ്കിൽ മകനെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങി, അങ്ങനെ വാങ്ങിയിട്ട് ഇവന്റെ കയ്യിലെത്തിയാൽ ഇവൻ മോചിപ്പിക്കേണ്ടതില്ല, അത് മോചനം ഉണ്ടാകുന്ന മസല. അപ്പൊ നോക്കുക, അള്ളാഹുവിൻ്റെതാണ് ഇതൊക്കെ, അള്ളാഹുവിന്റെ കീഴിലാണ്. ഇങ്ങനെയുള്ള സാധനം അതിന് അബിദീയത്തുണ്ട്, അത് അടിമയാണ്. അടിമയാണെങ്കിൽ അത് മകനാവില്ല, രണ്ടും കൂടിയിട്ട് എതിരാണ്. അപ്പൊ അള്ളാഹുവിന്റെ മക്കളല്ല എന്നതിന് തെളിവാണ് ബല്ലഹു മാഫിസ് സമാവാത്തി വൽ അർളി, അള്ളാഹുവിനാകുന്നു ആകാശത്തും ഭൂമിയിലുള്ളതുമെല്ലാം. കുല്ലുൻ എല്ലാ വസ്തുക്കളും ലഹു അള്ളാഹുവിന് ഖാനിത്തൂന കീഴ്പ്പെടുന്നവരാകുന്നു. അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എല്ലാ വസ്തുക്കളും. യാതൊരു വസ്തുവും അതിൽ നിന്ന് ഒഴിവില്ല. ഖാനിത്തൂൻ എന്ന് പറഞ്ഞാല് കീഴൊതുങ്ങി ജീവിക്കുന്നവരാകുന്നു, ഇബാദത്ത് ചെയ്യുന്നവരാകുന്നു. എന്താണോ അതിൽ നിന്ന്, ആ മരത്തോട് പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കാനാണ്, ഇതിനോട് പറയുന്നത് കാറ്റിനിങ്ങനെ ആടാനാണ്. എന്താണോ അള്ളാഹു കൽപ്പിക്കുന്നത് ആ കൽപ്പനക്ക് വഴിപ്പെടും, അതിനാണ് ഖാനിത്തൂൻ എന്ന് പറയുന്നത്. ബദീഉസ് സമാവാതി വൽ അർള് വഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ബദീഉസ് സമാവാതി, അള്ളാഹു അത്ഭുതകരമായ രൂപത്തിൽ പടച്ചവനാകുന്നു, ആകാശത്തെ അത്ഭുതകരമായിട്ട് പടച്ചവനാകുന്നു, വൽ അർളി ഭൂമിയെയും. മുമ്പ് ഒരു മാതൃക കണ്ടിട്ടോ കേട്ടിട്ടോ പടച്ചതല്ല, അവൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ്, അത് തന്നെ അത്യത്ഭുതമായിട്ടുണ്ടാക്കിയതാകുന്നു. ഭൂമി ലോകത്തെ വസ്തുക്കളെ നോക്കൂ, എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട്. ഏത് ചെറിയ വസ്തുവിൽ ചിന്തിച്ചാലും, ഒരു തെങ്ങിന്റെ പട്ട എടുത്തിട്ട് നോക്കിയാൽ അതിന്റെ ഓരോ ഓല ഇങ്ങോട്ട് അതിന്റെ നേരെപ്പുറത്ത്, ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് അള്ളാഹു താല ഉണ്ടാക്കിയത്. ഭൂമി ലോകത്തെ ജീവജാലങ്ങൾ അങ്ങനെ നോക്കിയാൽ അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. കങ്കാരു എന്ന് പറയപ്പെടുന്ന ഒരു ജീവിയുണ്ട്, കങ്കാരു. ആ കങ്കാരുവിന്റെ ഗർഭധാരണം 38 ദിവസം അല്ലെങ്കിൽ 40 ദിവസമാണ്. ആ ദിവസമായാൽ അത് പ്രസവിക്കും. അത് പ്രസവിച്ചാൽ ആ കുഞ്ഞൊരു ചെറിയ സ്പൂണിൽ എടുക്കാൻ പറ്റുന്ന ചെറിയ കുഞ്ഞായിരിക്കും. ആ കുഞ്ഞ് അതിന്റെ തള്ളയുടെ രോമത്തിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കയറും. അതിന് അള്ളാഹു താല തയ്യാറാക്കിയ ഒരു ബാഗുണ്ട്, ഒരു സഞ്ചിയുണ്ട്. അതിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്, രോമം ഒതുക്കാൻ വേണ്ടിയിട്ട് തള്ള അതിന്റെ വായിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുക്കി കൊടുക്കും. ആ വെള്ളം ഇങ്ങനെ ഒഴുകി ചെന്നിട്ട് ഒരു റോഡ് പോലെയാകും. അതിലിങ്ങനെ പിടിച്ച് ഈ കുട്ടി ഈ ബാഗിലെത്തുന്നു. ആ ബാഗിലെത്തിയാൽ അതിന്റെ ഉള്ളിൽ ആ കുട്ടിക്ക് പറ്റിയ ഒരു മുലക്കണ്ണുണ്ട്, അത് സിറിഞ്ച് പോലെയാണ്.
വളരെ ചെറുത്. ഈ ചെറിയ കുട്ടിക്ക് പറ്റുന്ന രൂപത്തിലാണ്. ആ കുഞ്ഞ് അത് വായിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കുടിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 30-40 ദിവസം കൊണ്ട് കുട്ടി കുറച്ച് വലുതാവുന്നു. അടുത്ത 40-ാം ദിവസം മറ്റൊരു കുഞ്ഞിന് ഈ തള്ള ജന്മം നൽകുന്നു. ആ കുഞ്ഞ് ഇതുപോലെ പിടിച്ച് വന്ന് ഇപ്പുറത്തുള്ള ആ സ്ഥലത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ സിറിഞ്ച് പോലുള്ള മുലയിൽ നിന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചേട്ടൻ ഉണ്ടല്ലോ, 40 ദിവസം മുമ്പുള്ള ആള്, അവൻ ചവിട്ടിയിട്ട് ഇവനെ തള്ളിടാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഇതിന്റെ ഉള്ളിൽ ഒരു മറ ഉണ്ടാക്കിയിരിക്കുന്നു, ഒരു വരമ്പ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ആകാശത്തും ഭൂമിയിലും അതിലുള്ള വസ്തുക്കളിലൊക്കെ അത്ഭുതങ്ങൾക്ക് യാതൊരു അറ്റവുമില്ല. ബദീഉസ്സമാവാത്തി വൽ അർളാണ് അള്ളാഹു. ആകാശത്തേക്ക് നോക്കൂ, സൂര്യനെ നോക്കൂ, ചന്ദ്രനെ നോക്കൂ. 14.5 കോടി കിലോമീറ്റർ അകലെയുള്ള ഈ സൂര്യന്റെ വെളിച്ചവും ആ സൂര്യന്റെ ചൂടും അത്ഭുതമല്ലേ, മഹാത്ഭുതമല്ലേ. ചന്ദ്രനെ പറ്റി നോക്കൂ, നക്ഷത്രങ്ങളെ പറ്റി നോക്കൂ. നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുന്തോറും അള്ളാഹുവിന്റെ അത്ഭുതകരമായ കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായി കൊണ്ടിരിക്കും. ചുരുക്കം ഫൈദ ഖള അംറൻ, അള്ളാഹു ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാൽ ഇന്നമായ യഖൂലു, അതിനോട് അവൻ പറയും കുൻ കുൻ എന്ന് പറയും, ഫയകൂനു, അപ്പോൾ അത് ഉണ്ടാകും. ഇത്രേ താമസമുള്ളൂ. ഉണ്ടാകൂ എന്ന് പറയുമ്പോഴേക്ക് അതും തന്നെ കിനായത്താണെന്നാണ്, സുർഅത്തിനെ തൊട്ടുള്ള കിനായത്താണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉടനെ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അത്ര പ്രയാസരഹിതമായിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിനെ എന്തിനാണ് സന്താനത്തിന്റെ ആവശ്യമില്ല. ഒന്നിലേക്കും അവൻ ആശ്രയിക്കുന്നവനല്ല. അതുകൊണ്ട് അള്ളാഹുവെ പറ്റി ഇവർ പറയുന്നത് തീർത്തും അസംബന്ധമാകുന്നു. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. وقال الذين لا يعلمون, അറിവില്ലാത്ത വിഭാഗം പറഞ്ഞു. അതാരാണത്? അത് ജൂതന്മാരാകുന്നു. ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീർ അങ്ങനെയാണ്. മുജാഹിദ് എന്ന് പറയുന്ന ഒരു മുഫസ്സിറുണ്ട്. മൂപ്പർ പറയുന്നു അത് നസാറാക്കളാകുന്നു. ഈ രണ്ട് വിഭാഗവും അതിൽ ഉൾപ്പെടും. അത് പറഞ്ഞ മുഫസ്സിറുകൾ വേറെയുണ്ട്. വിവരമില്ലാത്തവർ പറയുന്നു. എന്താ പറയുന്നത്? ലൗലാ യുകല്ലിമുന അല്ലാഹു, എന്താ അല്ലാഹു തആല ഞങ്ങളോട് സംസാരിക്കാത്തത്? അല്ലാഹു തആല എന്താ ഞങ്ങളോട് വന്നിട്ട് സംസാരിക്കാത്തത്? മുശ്രിക്കുകൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണത്. ഇയാളെ ഏൽപ്പിക്കേണ്ടതില്ല, ഇയാളോട് അള്ളാഹു തആല പറയാൻ ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങളോട് നേരിട്ട് എന്താ പറയാത്തത്? മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. ഇവരൊക്കെ അതിൽ ഉൾപ്പെട്ടതാണ്. ഔ തഅ്തീന, അല്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് വരാത്തത്? ആയത്തും, തെളിവുകൾ എന്താ വരാത്തത്? ഈ ആള് നബിയാണെന്നും ഈ ആള് കൊണ്ടുവന്നത് ശരിയാണെന്നും അറിയിക്കുന്ന തെളിവുകൾ എന്താണ് ഞങ്ങൾക്ക് വരാത്തത് എന്ന് ഈ വിവരം കെട്ടവർ പറയുന്നു. കദാലിക, എന്നാൽ ഇതേ ക്രമത്തിൽ ഖാലല്ലദീന മിൻ ഖബലിഹിം, ഇവരുടെ മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞകാല സമൂഹവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഈ അറബികളുടെയും ഇന്നുള്ള ജൂത നസാറാക്കളുടെയും മുമ്പുള്ളവരെന്നെ പറഞ്ഞിട്ടുണ്ട് മൂസാ നബിയോട് അരിനല്ലാഹ ജഹറത്തൻ എന്ന് പറഞ്ഞവരല്ലേ, അള്ളാഹുവിനെ പരസ്യമായിട്ട് കാണിച്ചു തരണമെന്ന്. മിഥല കൗലിഹിം, ഇവർ പറഞ്ഞ ഇതേ വാക്ക് പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം തശാബഹത്തു ഖുലൂബുഹും, ആ രണ്ട് വിഭാഗത്തിന്റെ ഹൃദയം പരസ്പരം വളരെ സാമ്യത ഉള്ളതായിരിക്കുന്നു. ഇവരുടേത് അവരുടെ പോലെ, അവരുടേത് ഇവരെ പോലെയാണുള്ളത്. ഖദ് ബയ്യന്നല്ലായാത്തി, തെളിവുകളെ എത്ര എത്ര നാം വിശദീകരിച്ചിട്ടുണ്ടല്ലേ. ഖൗമി യൂഖിനൂന, വിശ്വസിക്കാൻ തയ്യാറുള്ള വിഭാഗത്തിന് എത്രയോ തെളിവുകൾ നടത്തിയിട്ടുണ്ട്. ഖുർആൻ അത്ഭുതകരമായ തെളിവാകുന്നു. 40 വയസ്സുവരെ ഒരക്ഷര അഭ്യാസവും നടത്താത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിൽ ഈ ഖുർആനുമായിട്ട് വന്നപ്പോൾ ഇതിന്റെ മുന്നിൽ പകച്ചു നിന്നു സാഹിത്യ സാമ്രാട്ടുകൾ. ഇത്ര വലിയ തെളിവ്, ഈ തെളിവ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന തെളിവാണ്. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇതുപോലുള്ളൊരു സൂറത്ത് കൊണ്ടുവരൂ എന്നുള്ള വെല്ലുവിളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ഇതിന് പരാജയപ്പെടുത്താൻ, ഇതിനെ നേരിടാൻ ആർക്കും കഴിയുന്നില്ലെങ്കിൽ തെളിവില്ലല്ല. എന്താണ് തെളിവില്ലാത്തത്, എന്താ തെളിവ് വരാത്തതെന്ന് ചോദിക്കാൻ അധികാരമില്ല. തെളിവിലെ ഏറ്റവും മികച്ച തെളിവാണ് ഈ കാണുന്നത്. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. ഇന്നാ അർസൽനാക, തീർച്ചയായും നബിയെ തങ്ങളെ ഞാൻ അയച്ചിരിക്കുന്നു.
ബിൽ ഹക്ക് യാഥാർത്ഥ്യവുമായിട്ട് അയച്ചിരിക്കുന്നു. തങ്ങൾക്ക് തന്നിട്ടുള്ളതൊക്കെ യഥാർത്ഥമാകുന്നു. ഇതിൽ നിരർത്ഥകം ഇല്ലേ ഇല്ല. ബഷീറൻ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാവുന്നു. തങ്ങൾ ചെന്നിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ സ്വീകരിക്കുന്നവർക്ക് പരലോകത്ത് അതിസന്തോഷകരമായ അവസ്ഥയുണ്ട്. ബഷീറൻ സന്തോഷം അറിയിക്കുന്നവരായിട്ടാണ്. ഇതിനെ തള്ളിക്കളയുന്നവരുണ്ട്, ഇതിനെ സ്വീകരിക്കാത്തവർ, ഇതിനെ എതിർക്കുന്നവർ. അവർക്ക് നദീറൻ റസൂലുള്ള നദീറാകുന്നു, ദുഃഖകരമായ വിവരമാണ് നൽകുന്നത്. ചുരുക്കത്തിൽ വലാ തുസ്അലു നബിയെ തങ്ങളോട് ചോദിക്കപ്പെടുകയില്ല അൻ അസ്ഹാബിൽ ജഹിബീൻ നരകത്തിൽ കടന്നവരെ പറ്റി. അവർ നരകത്തിൽ കടന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയോ. നിങ്ങൾക്കിത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവർ അത് കേട്ടിട്ട് അത് സ്വീകരിക്കാതിരിക്കുന്നു, എന്നിട്ട് അവർ പരാജയപ്പെട്ടുവെങ്കിൽ ഒരു വിഭാഗം ആളുകൾ അത് സ്വീകരിച്ചു, അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറുഭാഗം അതിനെ തള്ളിക്കളഞ്ഞു. അങ്ങനെ അവർ പരാജയപ്പെട്ടെങ്കിൽ ആ പരാജയത്തിന്റെ തീർത്തും ഉത്തരവാദിത്തം അവർക്ക് മാത്രമാകുന്നു എന്നല്ലാതെ വലാ തുസ്അലു നബിയെ തങ്ങളോട് ചോദിക്കപ്പെടുകയില്ല അൻ അസ്ഹാബിൽ ജഹീമി നരകത്തിൽ കടന്ന ആൾക്കാരെ കുറിച്ച് ഒരു ചോദ്യവും തങ്ങളോടില്ല. എന്താ കാരണം? അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ക്രമത്തിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ടതായ തെളിവുകൾ, അവർക്ക് നബിയിൽ വിശ്വാസം വരാവുന്ന തെളിവുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ജൂതമതം സ്വീകരിച്ചവരാണെങ്കിൽ അവർക്ക് തെളിവുണ്ട്. അവരുടെ കിതാബിൽ തന്നെ ഈ റസൂലുള്ളാഹിയെ ശരിവെക്കുന്ന തെളിവുകൾ നേരത്തെ പറഞ്ഞ ഖിബില സംഭവങ്ങൾ അടക്കം ഒരുപാടുണ്ട്. നസാറാക്കളാണെങ്കിലോ അവരുടെ കിതാബിലും ഇതുപോലുള്ള തെളിവുകളുണ്ട്. പിന്നെ മക്കയിലെ വലിയ സാഹിത്യകാരായ ഖുറൈശികളുണ്ടല്ലോ, അവർക്ക് വളരെ വലിയ തെളിവുണ്ട്. ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ തിരിഞ്ഞല്ലോ, ഇത് യഥാർത്ഥ റസൂലാണെന്നും ഇയാൾ പറയുന്നത് സത്യമാണെന്നും ഇയാൾ പറയുന്നതാണ് അനുസരിക്കേണ്ടതെന്നും ഇയാൾ പരിചയപ്പെടുത്തുന്നതായ റബ്ബാണ് ലോകത്തിന്റെ റബ്ബെന്നും ആർക്കാണ് തിരിയാത്തത്? എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര മാത്രമേ നിങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അത് നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നരകനിവാസികളെ സംബന്ധിച്ച് നിങ്ങളോട് യാതൊരു ചോദ്യമോ ഹിസാബോ നിങ്ങളോട് ഇല്ല തന്നെ. അർഹമുറാഹിമായ അള്ളാഹു ഹിസാബിന്റെ നാളിൽ വിജയിക്കുന്ന കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.